വെറുതെ ഇടിക്കുകയും വെറുതെ ചീത്ത പറയുന്നതിൻ്റെ കാര്യമില്ല. അയാളെ പറയുന്നതിന് അല്ലെങ്കിൽ ചെയ്യുന്നതിന് എന്തെങ്കിലും ജെന്യുവൻ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടെങ്കിൽ, അത് പ്രത്യേകിച്ച് പോലീസുകാരൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനും കൂടെയാണ്, ഒരു സാധാരണക്കാരൻ കൂടെ തന്നെയാണ്. അയാൾക്കും അയാളുടെ വ്യക്തിപരമായ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിലൊരു കുഴപ്പമുണ്ട് സാർ. എനിക്ക് ഈ രണ്ടുപേരും ഇടി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. ഇവരൊരു സ്ത്രീ അല്ലേ എന്നൊരു ചോദ്യചിഹ്നം അവിടെ ഉയർന്നു. പക്ഷേ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടോ. ഏതോ മുൻകാല കാമുകനോടുള്ള ദേഷ്യം കംപ്ലീറ്റ് എനിക്കിട്ട് എന്നെ നെഞ്ചത്തും തോളത്ത് കിട്ടുന്നത് ഒരു ഫോർമാലിറ്റിക്ക് പറയുമ്പോ അതൊക്കെ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യം. ഡ്രൈവ് ചെയ്യാൻ അറിയാത്ത ആളെ കൊണ്ടിട്ടാണ് ബാംഗ്ലൂർ മൊത്തം ആ ചേസും കാര്യങ്ങളും നടത്തിയിട്ട് എന്നെ ഇടിച്ചു കൊല്ലാനൊക്കെ നോക്കിയത്. ദൈവത്തോടൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കാറിന് മുമ്പിലൊക്കെ നിൽക്കുന്നത്. ചാക്കോച്ചൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കൊല്ലരുത് എന്ന് ലാസ്റ്റില്. എനിക്കൊരു മോനുണ്ട്, എന്നെ കൊല്ലരുത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. ഇന്നൊരു സിനിമ കണ്ടു. ആ സിനിമ കണ്ടതിന് ശേഷം ചാക്കോച്ചനും ആ വില്ലന്മാരെല്ലാവരും എനിക്ക് കിട്ടിയിരിക്കുകയാണ്. ഒത്തിരി സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സിനിമ. ചാക്കോച്ച, ഞാൻ സിനിമ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ ചാക്കോച്ചന് മെസ്സേജ് ഇട്ടിരുന്നു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ അങ്ങ് അപ്പുറത്തേക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ. ഇന്ന് തൊട്ട് ഡ്യൂട്ടി അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. തിയേറ്റർ ഡ്യൂട്ടി അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. ചാക്കോച്ച, എന്ത് തോന്നുന്നു ഈ സമയത്ത്? അല്ല, ഒരുപാട് സന്തോഷം മൈത്ര. കാരണം ഈ ഒരു സിനിമ എന്നുള്ളത് ഒരുപാട് പേരുടെ എഫേർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ എഫേർട്ട് എന്ന് പറയുന്നത് അത് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കുന്നില്ലെങ്കിൽ ആ എഫേർട്ടിന് യാതൊരു അർത്ഥമില്ലാതാകുന്നു. അപ്പം ദൈവം സഹായിച്ചത് ഏത് രീതിയിലാണോ നമ്മൾ എഫേർട്ട് എടുത്ത് ഏത് രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, ആ രീതിയിൽ അത് പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്തു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഓഫീസർ ഓൺ ഡ്യൂട്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഇറ്റ്സ് റിയലി പേഴ്സണൽ. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞതുപോലെ ഹൈദരാണെങ്കിലും സിനിമ കണ്ടിട്ട് നേരെ ചെന്ന് ഷാഹിയെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചെന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് സ്പീക്സ് എ ലോട്ട്. അതുകൊണ്ട് താങ്ക് യു വെരി മച്ച്. എനിക്ക് തോന്നുന്നു ഒത്തിരി പോലീസ് കഥാപാത്രം ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വേറിട്ടൊരു പോലീസ് കഥാപാത്രം. എനിക്ക് അതിലെ ഡയലോഗ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ പോകുന്നത്, പോലീസും മനുഷ്യരാണെന്നുള്ള ആ ഡയലോഗ് ഉണ്ടല്ലോ, മനുഷ്യനാണെന്നുള്ള ഡയലോഗ് ഉണ്ട്. അത് ഏത് പേരൻസിനുള്ളതാണ്. ഞാനൊരു ജേർണലിസ്റ്റാണ്. ഞാനും പല വാർത്ത തേടി പോകുന്നതാണ്. തിരിച്ചു വരുമ്പോൾ എൻ്റെ വീട്ടിലുണ്ടാകുന്ന അനുഭവം എന്നെ വേദനിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ പോലീസ് ഓഫീസർമാരും. നമ്മൾ രണ്ടും സെയിം പോലെയാണ്, ആ പോലീസും ജേർണലിസ്റ്റും എന്ന് പറയുന്നത്. അതാണ് എനിക്ക് ഏറ്റവും ഫീൽ. ഞാനും മനുഷ്യരാണ്, ചാക്കോച്ചനും മനുഷ്യനാണ്. പക്ഷേ അത് ഓരോ പേരൻസിൻ്റെ ഉള്ളിലേക്ക് കുത്തുന്ന ഒരു ഡയലോഗായിരുന്നു ചാക്കോച്ച. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മളൊരു ക്രൈം ഡ്രാമ എന്ന് തന്നെയാണ് പറഞ്ഞത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ സപ്പോർട്ടിംഗ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷനും ത്രില്ലും പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പോലും ഇതിന് വലിയൊരു ഇമോഷണൽ ഒരു ബാക്ക്ഡ്രോപ്പ് ഉള്ളതാണ് ഇത്രയൊരു നല്ല രീതിയിൽ ആൾക്കാരിലേക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നമ്മളൊരാളെ ഒരു ചീത്ത പറയുന്നു അല്ലെങ്കിൽ ഒരാൾ ഇടിക്കുന്നു എന്ന് പറയുന്നത് വെറുതെ ഇടിക്കുകയും വെറുതെ ചീത്ത പറയുന്നതിൻ്റെ കാര്യമില്ല. അയാളെ പറയുന്നതിന് അല്ലെങ്കിൽ ചെയ്യുന്നതിന് എന്തെങ്കിലും ജെന്യുവൻ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടെങ്കിൽ, അത് പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിനെ ഒന്ന് പിടിച്ച് ഉലയ്ക്കുന്ന ഒരു ജെന്യുവനായിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഇമ്പാക്റ്റ് കൊടുക്കും. അയാൾ പറയുന്ന വാക്കുകൾക്കാണെങ്കിലും ചെയ്യുന്ന പ്രവൃത്തികൾക്കാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഹരിശങ്കർ എന്ന് പറയുന്ന ആളൊരു പോലീസുകാരൻ മാത്രമല്ല, അയാളൊരു അച്ഛനും കൂടെയാണ് എന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ അയാളുടെ ഡ്യൂട്ടിയുടെ കൂടെ അയാളുടെ പേഴ്സണൽ ലൈഫിൻ്റെ ഇഷ്യൂസും ആൾക്കാർക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ അതിൽ അയാളുടെ കൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നതും അതുകൊണ്ടാണ്. അത് പോലീസുകാരൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനും കൂടെയാണ്, ഒരു സാധാരണക്കാരൻ കൂടെ തന്നെയാണ്. അയാൾക്കും അയാളുടെ വ്യക്തിപരമായ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതൊക്കെ മാറ്റി വെച്ചിട്ട് അയാളുടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് അയാളുടെ മാനസികമായും ആരോഗ്യപരമായിട്ടും എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടെ എൻ്റർടൈനിങ് ആയിട്ട് അല്ലെങ്കിൽ എൻഗേജിങ് ആയിട്ട് പറഞ്ഞു നോക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് അതേ രീതിയിൽ തന്നെ ഏത് മീറ്ററിലാണോ നമ്മൾ കൊടുത്തത് അതേ മീറ്ററിൽ തന്നെ ആൾക്കാർ ഏറ്റെടുത്തതിൽ ഒരുപാട് സന്തോഷവും ഒരുപാട് ആശ്വാസവും. ഈ നേരത്തെ അവിടെ പത്രസമ്മേളനം കൊടുക്കൽ വാങ്ങലായിരുന്നു. എനിക്ക് ഈ രണ്ട് വില്ലത്തിമാരെ ഉണ്ടല്ലോ, എനിക്ക് നിങ്ങളെക്കാളും എനിക്ക് ഇടിക്കാൻ തോന്നി ഇവരെയാണ്. ഞാൻ എൻ്റെ ഇത് പറയാം, നിങ്ങളെ 3 പേരിൽ എനിക്ക് ഈ 2 പേരും ഇടി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. ഇവരൊരു സ്ത്രീ അല്ലേ എന്നൊരു ചോദ്യചിഹ്നം അവിടെ ഉയർന്നു. പക്ഷേ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരിക്കലും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ഗംഭീരമായിട്ട് ചെയ്തു. ഇവരൊക്കെ നമ്മൾ കാണുന്ന, അതുകൊണ്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചാക്കോച്ചൻ്റെ അടുത്തൊരു ഫൈറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്തായിരുന്നു? ചാക്കോച്ചനോട് ആക്ച്വലി ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തത്. ബിക്കോസ് I was very happy that it was a villain role. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ നല്ലോണം ഉള്ളൊരു ക്യാരക്ടറായിരുന്നു. സോ I was very excited about it. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐ തിങ്ക് വാസ് ഷൂട്ടിംഗ് ആക്ഷൻ.
because I've always been someone who's like physically active and things. So ഏതോ മുൻകാല കാമുകനോടുള്ള ദേഷ്യം കംപ്ലീറ്റ് എനിക്കിട്ട് എന്നെ നെഞ്ചത്തും തോളത്ത് കിട്ടുന്നത് അങ്ങനെ ഇല്ലാതില്ല. ഇനി ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൊടുക്കാനൊന്നും പറ്റിയില്ല, ഇപ്പൊ കൊടുത്തു. അല്ല, കറക്റ്റ് ആയി പക്ഷെ വർക്കായിട്ടുണ്ട് അവിടെ. അതാ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചാക്കോച്ചൻ കൃത്യമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് കേട്ടോ. But it was a lot of fun. ചാക്കോച്ചനോട് ഫൈറ്റ് ചെയ്യുമ്പോൾ he's very like welcoming, not at all intimidating. എൻ്റെ അടുത്തൊക്കെ ലൈക്ക് ഞാൻ പേടിച്ച് ലൈക്ക് ചാക്കോച്ചൻ്റെ ഷോൾഡർ വേദന ഉള്ളതുകൊണ്ട് പേടിച്ച് നിൽക്കുമ്പോൾ ചാക്കോച്ചോടില്ല കുഴപ്പമില്ല നീ ചെയ്തോ, നമ്മൾക്ക് ആ ഒരു കോൺഫിഡൻസ് തരും. ഒരു ഫോർമാലിറ്റിക്ക് പറയുമ്പോൾ അതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഇപ്പഴാണ് പറയുന്നത് എല്ലാം കൈ കിട്ടുമ്പോൾ പറഞ്ഞത്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ചാക്കോച്ചൻ ഫീൽ ആയിരുന്നു. എനിക്കും കിട്ടിയിട്ടുണ്ട്. അല്ല, കൊടുക്കൽ വാങ്ങലുണ്ടായിരുന്നു ചാക്കോച്ചൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. പക്ഷെ ശരിക്കും ഗംഭീരമായി ചെയ്തു കേട്ടോ. അത് ഇല്ല എന്ന് പറയാനുള്ള നിങ്ങളുടെ ഒരു ലുക്ക് ഉണ്ടല്ലോ, അതൊരു ഭീകര ലുക്കായിരുന്നു കേട്ടോ. നമ്മൾ ആരെയും പേടിപ്പിക്കുന്ന ഒരു നോട്ടമുണ്ടായിരുന്നു. പല ബസ്സിൽ വെച്ചൊക്കെ ഒരു നോട്ടമുണ്ടല്ലോ, നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. എങ്ങനെ ചെയ്ത് നോട്ടവും ലുക്കും കാര്യങ്ങളും ലുക്ക് എങ്ങനെ ഇത് ചെയ്തത്? ഒരു പരിധി വരെ നമ്മൾ കുറച്ചൊക്കെ ഇതാണ് എൻ്റെ ക്യാരക്ടർ എന്നുള്ളൊരു സാധനം നമ്മുടെ മൈൻഡിൽ വരുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് എന്ത് വികാരമാണോ തോന്നുന്നത് അത് പ്രകടിപ്പിക്കുകയാണ്. ബാക്കി ഞാൻ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ പറഞ്ഞ അവിടെ കഴിഞ്ഞിട്ടാ. ഈ പുള്ളിക്കാരി മോശമൊന്നുമില്ലായിരുന്നു കേട്ടോ. അതായത് ഡ്രൈവ് ചെയ്യാൻ അറിയാത്ത ആളെ കൊണ്ടിട്ടാണ് ആ ചേസ് ബാംഗ്ലൂർ മൊത്തം ആ ചേസും കാര്യങ്ങളും നടത്തിയിട്ട് എന്നെ ഇടിച്ചു കൊല്ലാനൊക്കെ നോക്കിയത്. ദൈവത്തോടൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കാറിന് മുമ്പിലൊക്കെ നിൽക്കുന്നത്. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? ചേസ് ഞങ്ങൾക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ്. അതെ, എന്നെക്കാട്ടിലും ബാക്കിയുള്ളവർക്ക് അത് ക്യാമറയുടെ അപ്പുറത്ത് നിൽക്കുന്നവർക്കും എസ്പെഷ്യലി ചാക്കോച്ചനാണല്ലോ ഞാൻ ഇടിക്കാൻ പോകുന്നത്. അപ്പം ചാക്കോച്ചനും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് എല്ലാവരും നന്നായിട്ട് പേടിച്ചൊരു സീനായിരുന്നു. ഞാനും നന്നായിട്ട് പേടിച്ച് ചാക്കോച്ചൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കൊല്ലരുത് എന്ന് ലാസ്റ്റ്. എനിക്കൊരു മോനുണ്ട് മോൻ ജനിച്ചിട്ട് അധികം നാളായിട്ടില്ല, എനിക്ക് അവനെ ഒന്ന് കാണണം എന്ന് ലാസ്റ്റ് എൻ്റെ അടുത്തൊന്നും പറയേണ്ട അവസ്ഥയായി പോയി. കാരണം ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ട് 1 മാസം ആയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ ഡയറക്റ്റ്ലി ചെന്ന് പോകുന്നത് ഒരു ചേസ് സീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയില്ല, എന്നോട് ചോദിച്ച് ചെയ്യാമോ? ഒക്കെ ഞാൻ ചെയ്യാം, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. നമ്മള് ഈ വലിയ മൂവീസ് ഒക്കെ കണ്ടിട്ട് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇല്ലാന്ന് പറയാൻ വേണ്ടിട്ടാണ് അത് ചോദിക്കുന്നത്. ചെയ്യാന്ന് പറയുമ്പോൾ പക്ഷെ ഞങ്ങള് പുതുമുകളല്ലേ, എല്ലാം ചെയ്യാന്ന് പറഞ്ഞില്ലല്ലേ. അല്ല, ചാക്കോച്ചാ പറഞ്ഞു എനിക്കൊരു മോനുണ്ട് എന്നെ വിട്ടേക്കണെന്ന് പറയിപ്പിച്ചു, എന്നെ കൊണ്ട് പറയിപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഗംഭീരമായിട്ട് ചെയ്തോട്ടെ. അത് തന്നെ ഞാൻ വീണ്ടും ഓർത്ത്. ഈ ചാക്കോച്ചൻ്റെ അടുത്ത് നിങ്ങൾ രണ്ടുപേരും ഫൈറ്റിന്റെ സമയത്ത് ഡയറക്ടർ പറയുന്ന ആക്ഷൻ പറയുന്നത് നിങ്ങൾ പോയി ചാക്കോച്ചനായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഒന്ന് നമ്മളൊന്ന് ഭയപ്പെടില്ല, ചാക്കോച്ചനാണെങ്കിലും ഇട്ടി കൊടുക്കണ്ട, അങ്ങനെ ഒരു ഭയപ്പാടുണ്ടായോ? ഞാൻ പറഞ്ഞ പോലെ ഈ ഷോൾഡറിന്റെ പ്രശ്നം ചാക്കോച്ചന് ബുദ്ധിമുട്ടാവരുത് ആ ഒരു മനസ്സിലുണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മള് ബിക്കോസ് നമ്മള് ഇതെന്താ റിഹേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ ലൈക്ക് ഓക്കെ ഇങ്ങനെയാണ്. പിന്നെ സേഫ്റ്റി ബെസ്റ്റ്. ഈ ഫൈറ്റ് സീക്വൻസിന് മുമ്പ് ഷോൾഡറിന് മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോ ഷോൾഡറിനിട്ട് പുള്ളിക്കാരി ഒന്നും ചെയ്തില്ല. ബാക്കിയെല്ലാം നല്ല മെനക്കിട്ട് പണിയുന്നു. അത് മാത്രമേ ആദ്യം പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയെല്ലാം പെരുമാറുകയും ചെയ്തു. ഷോൾഡർ മാത്രമേ ഷോൾഡർ കുഴപ്പമില്ല, കുഴപ്പമില്ല, ഇങ്ങനെ ഞാൻ പറഞ്ഞു. കുഴപ്പമില്ല, ഷോൾഡർ കുഴപ്പമില്ല. എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇങ്ങനെ ആകാൻ പറ്റുന്നത്? നമ്മളൊരു മനുഷ്യരാണല്ലോ, നമ്മുടെ സമയങ്ങളുണ്ട്, നമ്മുടെ പ്രായമുണ്ട്, ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതെങ്ങനെ എൻഗേജ് ചെയ്യിപ്പിച്ചു ഈ സിനിമയിൽ? എനിക്ക് ചോദിച്ചത് കറക്റ്റാണ്. എങ്ങനെ ഇങ്ങനെ ആവാൻ പറ്റുന്നു എന്നുള്ളത് നമ്മൾ വരെ ചോദിച്ചു പോകുന്ന തരത്തിലാണ് ബേസിക്കലി എഴുതി വെച്ചിരിക്കുന്നത്. നല്ല യൂസേജ് ആണെങ്കിലും ചെറിയ പിള്ളേരിലൂടെ നല്ല സ്പോയിലറാവും. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നതൊക്കെ കൂടിയിട്ട് കേൾക്കുമ്പോൾ വളരെയധികം, അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു നമ്മളോട് ഇത് ചെയ്തത് എനിക്ക് തോന്നുന്നു വളരെയധികം ഡാർക്ക് ഷെയ്ഡ് മാത്രമേ അങ്ങനെ ഞാൻ പിടിച്ചിട്ടുള്ളൂ. ആരായാലും എനിക്ക് തോന്നുന്നു എടുത്തിട്ടുള്ളൂ, നോക്കിയിട്ടുള്ളൂ. അതെന്തുകൊണ്ടായി ഏതുകൊണ്ടായി എന്നുള്ളതിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും എനിക്ക് തോന്നുന്നു എനിക്ക് പേഴ്സണലായിട്ട് അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ ക്യാരക്ടറിൽ ഫുൾ ആൻഡ് ഫുൾ ഡാർക്കാണ് എന്നുള്ള രീതിയിലാണ് അപ്രോച്ച് ഞാൻ ചെയ്തത്. അപ്പം എനിക്ക് തോന്നുന്നു എന്താ പറയുക, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
എന്തുകൊണ്ട് എന്നുള്ളതിനെക്കാട്ടി എന്തെങ്കിലും ഒരു പോയിന്റ് കണ്ടുപിടിക്കണം, അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്, അങ്ങനെ ഒരു ഇതിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇതിൽ, അല്ലെങ്കിൽ സത്യനെ സംബന്ധിച്ചിടത്തോളം വേറൊന്നുമില്ല, ഒറ്റയൊരു എന്താ പറയുക ടാർഗറ്റേ ഉള്ളൂ, അതായത് ഫ്രണ്ട്ഷിപ്പ്. അതിൻ്റെ മേലെ എനിക്കൊന്നുമില്ല. അതിൻ്റെ ചുറ്റുപാട് നടക്കുന്നത് എന്താണെങ്കിലും എൻ്റെ വേൾഡ് ഇതാണ്, ഇവരൊക്കെയാണ്. അപ്പോൾ ഇതിലാരെങ്കിലും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഇറ്റ്സ് ഹാപ്പനിങ് ടു മീ. ആ ഒരൊറ്റ പോയിന്റ് വെച്ചിട്ടാണെന്ന് തോന്നുന്നു നമ്മളെല്ലാവരും, അല്ല അറ്റ്ലീസ്റ്റ് ഞാൻ ചെയ്തത്. സോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അല്ല, ചാക്കോച്ച പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ഉണ്ട്, ഇവർക്ക് ഇവരുടേതായ വ്യൂ പോയിന്റ് ഉണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന് പോലീസിനായ വ്യൂ പോയിന്റ് ഉണ്ട്, പേരൻസ് ഉണ്ട്. പക്ഷെ അത് കറക്റ്റാണ് ഈ പറഞ്ഞത്. ഫ്രണ്ട്ഷിപ്പ് എല്ലാം പറയുന്നു എന്നുള്ള ഈ സബ്ജക്റ്റിലെല്ലാം പറഞ്ഞു പോകുന്നു. ഫാമിലി ഇമോഷൻ പറയുന്നു, ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞു പോകുന്നു. അതാണ് ഈ സ്ക്രിപ്റ്റിൻ്റെ ഏറ്റവും ബലമായിട്ട് എനിക്ക് തോന്നിയത് ചാക്കോച്ച്. അങ്ങനെയല്ല ചാക്കോച്ചിന് തോന്നിയത്? തീർച്ചയായിട്ടും ഇതിൽ ഇമോഷൻസ് അല്ലെങ്കിൽ റിലേഷൻസ് എന്ന് പറയുമ്പം എല്ലാവരുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്നു. ഇപ്പം ഇവരുടെ ഒരു കാര്യങ്ങൾ തന്നെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് തന്നെയാണ് അൾട്ടിമേറ്റ് ആയിട്ട് മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ ഫാമിലി റിലേഷൻസ്, ഇമോഷൻസും കാര്യങ്ങളൊക്കെ അതിൽ നിൽക്കുന്നു. ഈവൻ എൻ്റെ കൂടെയുള്ള പോലീസ് ഓഫീസർ ഇപ്പം ഷാഹുൽ അമീദായിട്ടുള്ള ഒരു റിലേഷൻ വേറെ രീതിയിലുള്ള ഒരു കുറച്ചും കൂടെ ഒരു ഒഫീഷ്യൽ ആണെങ്കിൽ പോലും അല്ലാത്ത രീതിയിൽ അയാൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഇമോഷണലി ആണെങ്കിൽ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണെങ്കിൽ ഭാര്യയായിട്ടുള്ള റിലേഷൻ, അത് ചില അവസരങ്ങൾ ഇയാൾ ഇമോഷണലി ഡ്രെയിൻഡ് ആകുമ്പോൾ പോലും വളരെ സെൻസിബിളായിട്ട് ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത് പ്രിയാമണിയുടെ ക്യാരക്ടറാണ്. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെ ഇമോഷൻസിനും റിലേഷൻസിനും അത് ആരുടെ ഭാഗത്തു നിന്ന് നോക്കിയാലും, എൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്ന് നോക്കിയാലും ദേ ആർ ജസ്റ്റിഫൈഡ്. അപ്പോൾ ഇതിൽ ആരാണ് പൂർണ്ണമായിട്ടും ശരി, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നത് പൂർണ്ണമായിട്ട് തെറ്റാണോ, ഞാൻ ചെയ്യുന്നത് പൂർണ്ണമായിട്ട് ശരിയാണോ എന്നുള്ളത് നമുക്ക് ചില ഏരിയകളിൽ നമുക്ക് സംശയം തോന്നിയേക്കാം. അത് മനുഷ്യ സഹജമാണ്. കാരണം ആരും 100% ശരിയല്ല അല്ലെങ്കിൽ 100% തെറ്റല്ല. അവർക്ക് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും, ഇവരിങ്ങനെയായി പോകാനുള്ള കാരണങ്ങളുണ്ടാവും. അതെന്താണെന്ന് നമ്മൾ പോകുന്നില്ല, കാരണം അത് വേറൊരു രീതിയിലോട്ട് പോകും. പക്ഷേ ഇതിൽ നമ്മൾ ഏത് രീതിയിലാണോ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയുടെ ഒരു അവസ്ഥ എന്നുള്ളതും നമ്മൾക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരളവ് വരെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ചിലപ്പം ഒരു മെജോറിറ്റി സമൂഹം ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ആ രീതിയിൽ ഈ സിനിമ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത്. ഈ ഒരു പേര് ഈ സിനിമയ്ക്ക് പറ്റിയൊരു പേര് തന്നെയാണെന്ന് എനിക്ക് സ്വയം തോന്നി. ഈ പേരിനോട് എന്താണ് യോജിപ്പ്? ശരിക്കും ഇത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ അങ്ങനെ ഭയങ്കര ഒരു മാസ് പേര് അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല. പക്ഷെ അതിൻ്റെ ഒരു റൈറ്റിങ്ങും നമുക്ക് കഥാപരമായിട്ട് അതിൻ്റെ ഒരു അത് എത്രത്തോളം ആപ്റ്റ് ആണെന്നുള്ളതും പിന്നീട് നമുക്കത് അതിൻ്റെ എഴുത്തിലും ടൈപ്പിലും ഒക്കെ കാണും. ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇത് അയാളുടെ പേഴ്സണൽ ഡ്യൂട്ടി ആയിരിക്കാം, അല്ലെ ഫാമിലിയോടുള്ള ഡ്യൂട്ടിയും കൂടെ ആയിരിക്കാം, പ്രൊഫഷണൽ ഡ്യൂട്ടി അയാളുടെ പോലീസ് എന്നുള്ളൊരു ഇതിലോട്ടുള്ള ആ ഡ്യൂട്ടിയും കൂടെ ആയിരിക്കാം. അപ്പോൾ അത് ഏത് ഡ്യൂട്ടി ആണെന്നുള്ളത് ഇറ്റ്സ് അപ് ടു ഓഡിയൻസ് ടു ഡിസൈഡ്. പക്ഷേ ഇത് രണ്ടും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഒരു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ അത് പുള്ളി ഹലോ ഓഫീസർ എന്ന് പറയുമ്പോൾ തന്നെ അതിന് വേറെ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റും കൂടെ അതിനുണ്ട്, ആ ടൈറ്റിലിനുണ്ട്, അതിൽ കൊടുക്കുന്നത് ഉറപ്പാണ്. ഇവിടെ നിന്ന് ഇനി മലയാളത്തിൽ നിന്ന് മാറേണ്ടതായി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ സിനിമ ഉണ്ടായപ്പോൾ ആ രീതിക്കുള്ള ആക്ഷനും ആ വില്ലനുമായിട്ട് മാറിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ചാക്കോച്ചനുമായിട്ട്? ഇപ്പോൾ ചാക്കോച്ചൻ പറഞ്ഞ പോയിന്റ് തന്നെ ഓഫീസർ എന്ന ആ ഒരു സൗണ്ടല്ലോ തിയേറ്ററിൽ മുഴങ്ങി കേൾക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇപ്പോൾ ഇന്നാണ് ഞങ്ങളെല്ലാവരും ഫുള്ളായിട്ട് പടം കാണുന്നത്. അപ്പോൾ ഓഡിയൻസിനും കൂടെ കണ്ടപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മനസ്സിലായത്. ചേട്ടൻ പറഞ്ഞ പോലെ ഇറ്റ്സ് ത്രൂ ഔട്ട് ഫണ്ണായിരുന്നു. ആസ് ഇൻ ഈ ഒരു ക്യാരക്ടറും ഈ ഒരു ഹോൾ ടീം ഒരുമിച്ച് വന്നപ്പോഴാണ് ആ ഒരു എന്താ പറയുക നമുക്ക് ഫ്രീ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഹാറ്റ്സ് ഓഫ് ടു ദ ഡയറക്ടർ, ഹാറ്റ്സ് ഓഫ് ടു ചേട്ടൻ, ഹാറ്റ്സ് ഓഫ് ടു എവറിബഡി എൽസ്. ആ ഒരു സപ്പോർട്ടില്ലാണ്ട് നടക്കില്ല. ബട്ട് ഐ തിങ്ക് അത് ഭയങ്കര രസമായിരുന്നു. അൾട്ടിമേറ്റ്ലി പ്ലേയിങ് ബാഡ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക നമുക്ക് ലൈഫിൽ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ഫൺ. എപ്പോഴും ഫണ്ണാണ്. മുൻ വൈരാഗ്യം ആരോടെങ്കിലും ഉണ്ടോ? ഇല്ല. പുറത്തെടുക്കാൻ പറ്റാത്ത ഇവിടെ എടുത്തോണ്ടേ ചോദിച്ചാൽ. പക്ഷെ എന്നാൽ നമുക്ക് പല കാര്യങ്ങളും ഇപ്പോൾ ചെറിയ കാര്യത്തിന് നമുക്ക് എല്ലാവർക്കും ദേഷ്യം വരുമല്ലോ, പക്ഷെ അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാറില്ല ലൈഫിൽ. പക്ഷേ സിനിമയിലാവുമ്പോൾ വേറെ എന്തെങ്കിലും കാരണമാവാം, പക്ഷേ സിനിമയിൽ വേറെ രീതിയിൽ നമുക്കത് ആ ക്യാരക്ടറിലൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ കുറച്ച് ഉള്ളിലുള്ള കുറച്ച് അഴുക്കും നെഗറ്റീവ് ഇമോഷൻസൊക്കെ അങ്ങനെ പുറത്തെടുക്കാൻ പറ്റി ഈ ഒരു ക്യാരക്ടറിലൂടെ. എന്തായാലും ചാക്കോച്ചിന് പോകേണ്ട സമയം എന്ന് പറയാം. ഞാൻ ഇവരെ വെച്ച് ഒന്നും കൂടെ യാത്ര ചെയ്യും. ചാക്കോച്ച ഇല്ലാത്തപ്പോൾ എനിക്ക് ഇവരുടെ കുറേ കാര്യങ്ങൾ ചോദിക്കണം. ചാക്കോച്ചിന് ഇരിക്കുമ്പോൾ പറയാൻ കുറേ മടിയൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചാക്കോച്ചിന് പോകേണ്ട. ചാക്കോച്ച പ്രേക്ഷകരുടെ അടുത്തേക്ക് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇരുകൈ നീട്ടി സ്വീകരിച്ച ആദ്യം തന്നെ നന്ദി പറയുകയാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ടീമിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും താങ്ക് യു വെരി മച്ച്. ഏത് രീതിയിലാണോ നമ്മളിതൊരു നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്, അതിൻ്റെ ഒരു അക്സെപ്റ്റൻസ് തന്നതിന് ഒരുപാട് നന്ദി.
ഹൈദരാബാദിലൂടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ പോകുന്നത് ഓക്കെ, ഇവരെ നന്നായിട്ട് സൂക്ഷിക്കുക, നിങ്ങൾ തന്നെ കാത്തു സൂക്ഷിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു ബോയ്സ്, താങ്ക് യു ഓൾ. സിനിമയ്ക്ക് മുമ്പ് തന്നെ ചാക്കോച്ചൻ പറയും സിനിമ കഴിഞ്ഞിട്ട് നിങ്ങളുമായിട്ട് ഇരിക്കണമെന്ന് എന്നോട് ആദ്യം പറയും, അല്ലെങ്കിൽ ആദ്യം എന്നെ ഇൻ്റർവ്യൂ കിട്ടുന്നതാണ് സാർ. പക്ഷേ ചാക്കോച്ചൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ 4 പേരുടെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമ കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂ മാത്രമേ സിനിമ കഴിഞ്ഞിട്ടുള്ളൂ ചാക്കോച്ചൻ്റെ. അത് നിങ്ങളുമായിട്ട് ഒരുമിച്ചിരിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി അഭിമാനമുള്ള മുഹൂർത്തമാണ്. ചാക്കോച്ചന് പോകേണ്ട ഒരു സമയമാണ്, ഒരു പ്രോഗ്രാം നേരത്തെ കമ്മിറ്റ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു താങ്കൾ നേരത്തെ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, നമുക്ക് ചെയ്യണമെന്ന് തോന്നിയ സാധനങ്ങൾ ചെയ്യാൻ കഴിയുന്നുവെന്ന്. അത് എങ്ങനെ ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റിയെന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല, ഒരിക്കലുമില്ല. ചെയ്ത കഥാപാത്രങ്ങൾ ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്തു. പക്ഷേ ഇത്തരമൊരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യാൻ നേരത്ത് വീട്ടുകാരോട് എന്താണ് പറഞ്ഞത്? എൻ്റെ വീട്ടുകാരോട് അവർക്ക് അങ്ങനെ വൈഫ് ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര ഹാപ്പി. കാരണം ഞാനും അവളും പ്രൈമറിലി ഞങ്ങൾ രണ്ടുപേരും കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു ഇമേജ് പതുക്കെ മാറ്റിയെടുക്കുക എന്നുള്ളൊരു കാര്യം. ഈ ഒരു പടം എനിക്ക് വന്നപ്പോൾ അതിനുള്ളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ബട്ട് ഇന്നാണത് ഫൈനലി എൻ്റെ ഒരു എന്താ പറയുക ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്ത് ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാം എന്നുള്ളൊരു ഫീലിംഗ് കിട്ടിയതിരുന്നായിരുന്നു. അപ്പോൾ ഒക്കെ പറഞ്ഞ പോലെ ഐ മീൻ അതൊരു വല്ലാത്തൊരു എന്താ പറയുക ഒരു ഹാപ്പിനെസ് തരുന്നൊരു മൊമെൻറ്റ് തന്നെയായിരുന്നു. ലെറ്റ്സ് ഇനിയിപ്പോൾ വില്ലൻ കഥാപാത്രങ്ങൾ മാത്രമായിരിക്കില്ല, പല ടൈപ്പ് റോൾസും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ത്രില്ല് തരുന്ന സാധനമാണ്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഈ എന്താ പറയുക സെൽഫ് കൺട്രോൾ ആണല്ലോ. നമ്മളെപ്പോഴും സൊസൈറ്റിയിൽ ജീവിക്കുന്ന മനുഷ്യരാകുമ്പോൾ യു ഹാവ് ടു ഹാവ് സെൽഫ് കൺട്രോൾ. പക്ഷേ ഇങ്ങനത്തെ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയ ഒരു ഗാങ്സ്റ്ററായ ഒരാളാവുമ്പോൾ നമ്മുടെ റിയൽ ലൈഫിലുള്ള ആ ലെയേഴ്സും ആ ഫിൽറ്റേഴ്സൊക്കെ എടുത്ത് നമ്മൾ മാറ്റിക്കളയണം. കുറച്ചുകൂടെ നമ്മുടെ ഇൻഹിബിഷൻസ് കളഞ്ഞാൽ നമുക്ക് അതിലേക്ക് ശരിക്കും എത്താൻ പറ്റുള്ളൂ. അത് നല്ലൊരു ഫ്രീയിങ് എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. നമ്മുടെ ഇൻഹിബിഷൻസ് കളഞ്ഞിട്ട് ഭയങ്കര ഫ്രീ ആയിട്ട് ഒന്നിനെയും പേടിക്കാത്ത ഒരാളായി മാറുവാണെങ്കിൽ അത് ഭയങ്കര രസമായിരിക്കും എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഇത്. പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ ടീം, നമ്മുടെ മടച്ചേട്ടൻ, ജിത്തുവേട്ടൻ, ഇവരൊക്കെ തന്നെ ആണ് ഇതിൻ്റെ ഒരു മെയിൻ കാരണം. ക്രെഡിറ്റ് ഗോസ് ടു ദം ഫോർ ഷുവർ. എനിക്കത് 2 സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ 2 ലേഡീസ് എന്ന് പറയുമ്പോൾ നമ്മളെ സമൂഹത്തിൽ കാണുന്ന കുറേ സംഭവങ്ങൾ ഇതിനകത്ത് പറഞ്ഞു. പക്ഷേ ഇത്തരം ഒരു കഥാപാത്രം നിങ്ങൾ ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുന്നു അല്ലേ? ഇത്തരം ഒരു കഥാപാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം വരുന്ന കഥാപാത്രത്തിന് നെഗറ്റീവ് ഷെയ്ഡാണ് വരുന്നത്. പിന്നീട് എന്താണെന്നുള്ള നമ്മൾ ഭാവിയിൽ പോലും ചിന്തിക്കാതാണ് ഈ സിനിമ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്കിത് ഭാവി അതിൻ്റെ അപ്പുറത്തേക്ക് വളർന്നു ഈ സിനിമ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും, ഇത്രയും 25 വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നു, യാതൊരു ഡൗട്ടും എനിക്കില്ല. നിങ്ങൾക്ക് അതിനുള്ള കാലിബർ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു, പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു, ഡയറക്ടർമാരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത്തരം ഒരു സബ്ജക്റ്റ് ചെയ്യാൻ ആദ്യം പേരൻസിൻ്റെ അടുത്ത് പറയുമ്പോൾ എന്താണ് പറഞ്ഞത്? ഇതാണ് എൻ്റെ കഥാപാത്രം എന്ന് പറയുമ്പോൾ ഞാൻ പോയി പറഞ്ഞു. ഞാൻ ആക്ച്വലി ഒരു 4 വർഷമായിട്ട് ഇപ്പോൾ ഒരു തിയേറ്റർ ആർട്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫൈനലി ഒരു പടം കിട്ടിയപ്പോൾ തന്നെ ദേ വർ വെരി ഹാപ്പി. ദേ വർ ലൈക്ക് കുറേ നാൾ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ചാൻസ് കിട്ടുന്നത്. അപ്പോൾ പിന്നെ പതുക്കെ ഞാൻ കാര്യങ്ങൾ വീട്ടിൽ പറഞ്ഞത്. പിന്നെ ഇച്ചാളായിട്ട് പറയും ആക്ച്വലി റോൾ ഇങ്ങനെയാണ്. പിന്നെ ഇച്ചാൾ പറയും റോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, എനിക്കറിയില്ല, നമുക്ക് നോക്കാം. അങ്ങനെ പടം തീരുന്നവരെ ഇച്ചിരി ഇട്ടിട്ട് കൊടുത്ത് അങ്ങനെയാണ് പടം ചെയ്തത്. ബട്ട് ഇന്ന് അവർ വന്നിട്ടുണ്ടായിരുന്നു. വെരി ഹാപ്പി. വെരി ഹാപ്പി. ഇന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതായിരുന്നല്ലോ ഇച്ചിരിയുള്ള റോളെന്ന് ചോദിച്ചോ? ഇല്ല, അത് അങ്ങനെയൊന്നും ചോദിച്ചില്ല. അവർ ആക്ച്വലി പടത്തിൽ നമ്മളിപ്പം സ്മോക്ക് ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, അതിനെപ്പറ്റി ഒന്നും ചോദിച്ചു തന്നെ ഇല്ല. ദേ വർ വെരി ലൈക്ക് നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ശീലമുണ്ടല്ലോ. അല്ല തെറ്റില്ലാതെ വലിച്ചായിരുന്നുണ്ടോ? പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല അങ്ങോടെ കൈ പോയ ഞാൻ വലിക്കണ ഒരു സീൻ പോലും ഇല്ല അതിൽ. പിന്നെ നമ്മളെങ്ങനെ പ്രാക്ടീസ് കൊടുക്കണല്ലേ? ഈ പറഞ്ഞ പോലെ പേരൻസിന്റെ അടുത്ത് ഇത് പറയുമ്പോൾ ഒരു വർക്കാക്കി എടുക്കണം നമുക്ക്. ആക്ച്വലി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും എതിര് പറയാത്ത ആൾക്കാരാണ്. നീ എന്ത് ചെയ്യുന്നു എനിക്കറിയാം, മേ ബി ഒരു വിശ്വാസം കൊണ്ടായിരിക്കാം, എന്ത് ചെയ്യുന്നു നന്നായിട്ട് ചെയ്യുക എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് എൻ്റെ പേരൻസ്. അപ്പം ഫിലിമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും നല്ലത് ചെയ്യുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. എൻ്റെ അമ്മയും അച്ഛനൊക്കെ ആണെങ്കിലും വില്ലെന്നൊക്കെ കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായി സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇന്ന് കണ്ടിറങ്ങിയപ്പോഴും ആ ഒരു ടെൻഷൻ ഞാൻ ആ മുഖത്ത് കണ്ടു. പക്ഷേ അവൾ പറഞ്ഞ പോലെ തന്നെ ഇത്തിരി പറഞ്ഞിട്ടാണ് ഞാനും അവരെ ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നത്. അതിനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അധികം സംസാരിച്ചില്ല, മുഖത്ത് കണ്ടു. അതോടെ ഞാൻ ചോദിക്കാൻ പറ്റിയിട്ടില്ല. അന്ന് ആ ഇമോഷനിൽ നിന്ന് പുറത്തു വരട്ടെ എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ അവർക്ക് സന്തോഷമായെന്ന് തോന്നുന്നു. ആൻഡ് ഒരു സ്റ്റാർട്ടിങ് തന്നെ ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുക എന്ന് പറയുന്നത്
ഒരു ബ്ലെസ്സിങ് ആണ് എന്തൊക്കെ പറഞ്ഞാലും. അതും ഇത്രയും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്, പോസിറ്റീവ് ക്യാരക്ടർ പോലെയല്ല. ഒരു നെഗറ്റീവ് ക്യാരക്ടർ, ഒരു ആൻറ്റഗോണിസ്റ്റ് ആയിട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് ഒരുപാട് അതിൽ വർക്ക് ചെയ്യാൻ പറ്റും, ഒരുപാട് ഡെപ്ത് കൊടുക്കാൻ പറ്റും ആ ക്യാരക്ടറിന്. മോഹൻലാൽ നമ്മളും ഒക്കെ ചെറിയ ആഗ്രഹങ്ങളൊന്നും അല്ല നമ്മൾക്ക്. അത് നമ്മൾ ആരും പ്രതീക്ഷിച്ചത് അത് ഗംഭീരമാണ്. പ്രേക്ഷകർ ഇത് ഏറ്റെടുക്കും ഈ സാധനം. അങ്ങനെയാണല്ലോ തുടങ്ങിയത് അല്ലേ? തുടങ്ങി അങ്ങനെയാണല്ലോ. എന്ത് സംശയിക്കണം. വലിയ വലിയ ആൾക്കാരൊക്കെ അവര് വന്ന ട്രാക്കിൽ നിന്ന് വരാൻ പറ്റിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് തന്നെ പേരൻസിന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഇനി പോയിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് പിടിച്ചിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞാൽ പിടിച്ചിരിക്കുന്നതല്ലേ. പക്ഷേ 2-3 സീനുകൾ എൻ്റെ മനസ്സിലുള്ളത് കഥയിൽ അല്ലാതെ തന്നെ ഞാൻ ചോദിച്ചു നോക്കാം. ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ട് മരിക്കോ ഇല്ലോ എന്നുള്ളത് തിയേറ്ററിൽ പോയാലേ അറിയാൻ പറ്റുള്ളൂ. തിയേറ്ററിൽ കണ്ട് അവിടെ വന്നിട്ട് ഒരു ഇമോഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. പറഞ്ഞില്ലടാന്ന് ചോദിച്ചൊരു ഡയലോഗുണ്ട്. അത് ആ സമയത്ത് എന്താണ് തോന്നിയത്? ആ സമയത്ത് ഒരു ഫീൽ കിട്ടണമല്ലോ നമുക്ക്. ഐ എം സോ ഗ്ലാഡ് യു ആസ്ക്ഡ് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ സീൻ ബിക്കോസ് അന്ന് രാവിലെ ഞങ്ങൾ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊരു ഫുൾ ലൈക്ക് റിഹേഴ്സൽ അല്ല, ഷോട്ട് തന്നെയായിരുന്നു. മൊത്തത്തിൽ വൈഡ് വെച്ച് ഞങ്ങൾ എടുത്തായിരുന്നു. ആൻഡ് ശരിക്കും നമ്മളിപ്പോൾ ഒരു തിയേറ്റർ റിഹേഴ്സൽ അല്ലെങ്കിൽ തിയേറ്റർ സ്പേസിൽ പോയിരുന്ന പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്ന കാണുന്ന പോലെ തന്നെ വി വർ ഏബിൾ ടു പെർഫോം ഇറ്റ്. ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് ആ ഒരു സമയമായപ്പോഴത്തേക്കും ഇറ്റ് വാസ് സോ ഗുഡ് ദാറ്റ് ഞങ്ങളുടെ തിരിച്ച് ചെയ്യാൻ പറയും വന്നു. ആൻഡ് ഐ തിങ്ക് വി കിക്ക് ഡാൻസ്. ആൻഡ് ആ ഒരു ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് പെട്ടെന്നായിരുന്നു അത് വർക്ക് ആയത്. ലൈക്ക് ഇറ്റ് വാസ് മാജിക്കൽ ആക്ച്വലി. ആ ഒരു ക്യാരക്ടേഴ്സ് ആയിട്ട് സെറ്റ് ആയിരുന്നു എല്ലാവരും. ഈ ഒരു ഏകദേശം 2-3 ആഴ്ചയൊക്കെ ഷൂട്ട് ചെയ്തിട്ടാണ് ആ ഒരു സീൻ ചെയ്യുന്നത്. ആൻഡ് കട്ട് വിളിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് അത്ര എന്തുവാ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. പക്ഷെ എനിക്ക് അപ്പം തന്നെ മനസ്സിലായത് നല്ലൊരു ഷോട്ടായിരുന്നു. എല്ലാവരും ഞങ്ങൾ ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ചിന്തിച്ചു അത് കൊള്ളായിരുന്നല്ലേ. ഫോർ എക്സാമ്പിൾ ഇദ്ദേഹം അത് പറഞ്ഞതിന് ശേഷം വന്നിട്ട് മറ്റേ കഴുത്തിന് പിടിക്കുന്നുണ്ട്. അത് പറഞ്ഞിട്ടല്ല ചെയ്യുന്നത്. അത് ആ മൊമെന്റിൽ സംഭവിക്കുമ്പോൾ കയറി പിടിച്ചപ്പോൾ അത് ശരിക്കും വർക്കായി. കാരണം ആ റിയാക്ഷൻ ഒറിജിനലാണ്. പക്ഷേ കാരണം നമുക്ക് അത്രയും ട്രസ്റ്റ് ഉണ്ട്. ദാറ്റ്സ് വൈ നേരത്തെ പറഞ്ഞ ആ ഒരു ടീം വർക്കിന്റെ സാധനം ഉണ്ടല്ലോ, അത്രയും ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് പറ്റുള്ളൂ. അപ്പോൾ ഈ ബിറ്റ്വീൻ അസ് ആൻഡ് ഓൾസോ വിത്ത് ചാക്കോച്ചൻ അത്രയും ട്രസ്റ്റ് നമുക്ക് ഉള്ളത് കൊണ്ടാണ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറെ കയ്യിലിടാൻ പറ്റും, എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അല്ല അങ്ങനെ കയ്യിലിടാൻ പറ്റിയ ഡയറക്ടറെ കിട്ടിയതും ഭാഗ്യമാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പുതിയ ആളുകൾ മാറ്റി നിർത്തും. അല്ല, അനുഭവങ്ങൾ ഉള്ളവരെ ഒത്തിരി പേരുണ്ട് ഇവിടെ, ഒന്നും പറയാൻ പറ്റും. പക്ഷെ ആ സ്വാതന്ത്ര്യം ഇവിടെ കിട്ടിയപ്പോഴാണ് ആ സിനിമ ഒന്നും കൂടെ ഭംഗിയായത്. ഉറപ്പായിട്ടും ജിത്വേട്ടൻ ഇതിൽ പുള്ളിക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ട്. പുള്ളിയുടെ ഒരു പടം ഉണ്ട് മനസ്സിൽ. പക്ഷെ അതിനുള്ളിൽ കിടന്ന് നമുക്ക് കളിക്കാനുള്ള ഒരു സ്പേസും പുള്ളി ഉണ്ടാക്കി തരും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഭയങ്കര ഒരു ഫ്രീയിങ് ഡയറക്ടറാണ്, എന്നാൽ ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ. ഇംപ്രൂവൈസേഷന് ഭയങ്കരമായിട്ട് ഇത് കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. നല്ല എല്ലാവരുടെയും ഡിഫറെന്റ് സ്റ്റൈൽസും ആണല്ലോ ഡയറക്ട് ചെയ്യാൻ. ഓൾറെഡി ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. പക്ഷേ ഓൾറെഡി സ്ക്രിപ്റ്റ് പ്രോപ്പർ ആയിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ മൈക്രോ ആയിട്ട് നോക്കിയാൽ ഒരു സീൻ അവിടെ നിന്നാണ് നമ്മൾ ബേസിക്കലി ഡിവൈസ് ചെയ്തുണ്ടാക്കി ഒരു പെർഫോം ചെയ്താൽ അതിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇത് വേണ്ട നമുക്ക് ഇത് ഒഴിവാക്കാം അല്ലെങ്കിൽ ഇത് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ടാണ് എനിക്ക് തോന്നുന്നു പല സീൻസ് നടന്നത്. നമ്മുടെ അറ്റ്ലീസ്റ്റ് ഒരുമിച്ചുള്ള സീൻസൊക്കെ അതുപോലെയാണ് നടന്നത്. സോ അതൊരു അല്ല, നിങ്ങൾക്ക് കുറേ ദിവസം ഷൂട്ട് ഉണ്ടാവുമല്ലോ അല്ലേ? കുറേ ദിവസം നിങ്ങൾക്ക് ഷൂട്ടുകളുണ്ടോ? ഇപ്പോൾ ചാക്കോച്ചൻ ഫുള്ള് വരും. നിങ്ങളുടെ ഷൂട്ടുകൾ ഹെവിയാണ്, ഹെവി ഷൂട്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ എങ്ങനെ എൻജോയ് ചെയ്തു? നമുക്കത് കഴിഞ്ഞ് റൂമിലേക്ക് പോകുമ്പോഴും നമ്മളെ ക്യാരക്ടറിൽ നിന്നൊക്കെ മാറി വലിയ പാടായിരിക്കും എനിക്ക് തോന്നുന്നു. നമുക്കൊരു സങ്കടം വരും, ഒരു കുറ്റബോധം വരും, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ സീൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അല്ല, അതിൽ നിന്ന് നേരത്തെ വിഷ്ണു പറഞ്ഞ പോയിന്റാണ്, ഐ മീൻ ദ വൺ തിങ് ദാറ്റ് ഹോൾഡ്സ് us together അത് ഫ്രണ്ട്ഷിപ്പാണ്. ആ ഫ്രണ്ട്ഷിപ്പ് സ്ക്രീനിൽ കാണുന്ന ആ സാധനം റിയൽ ലൈഫിലോട്ടും ട്രാൻസ്ലേറ്റ് ആയി. അപ്പോൾ അതുകൊണ്ട് കട്ട് വിളിച്ച് വീട്ടിൽ പോകുമ്പോൾ നമ്മൾ പോയി സ്റ്റിൽ ഫ്രണ്ട്സ്. ഭക്ഷണം കഴിക്കുന്ന ഒരുമിച്ചാണ്, അത് കഴിഞ്ഞിട്ട് വാക്കിനൊക്കെ പോയി അതൊക്കെ വന്ന് കിടന്ന് രാവിലെ 4 മണിക്ക് പിന്നെ എണീക്കാനൊക്കെ എല്ലാവരും എക്സൈറ്റഡ് ആൻഡ് റെഡിയാണ്. കാരണം ഫ്രണ്ട്സിൻ്റെ കൂടെ ജോലിക്ക് പോകുന്ന ഒരു ഫീലാണല്ലോ. ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ് അല്ലേ? അത് എനിക്ക് തോന്നുന്നു വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല കുറേ കണ്ടിന്യൂസ് ആയി ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരേ എക്സ്പീരിയൻസ് ഒരേ ഇത് ഷെയർ ചെയ്യുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫുൾ ഒരു തരത്തിലുള്ള ബോറടി ഇല്ലാണ്ട് ഫുൾ ടൈം പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വന്നിട്ടില്ല ആ ഒരു കാര്യത്തിൽ. ബിക്കോസ് വി ഓൾ നോ ഈച്ച് അതർ. ഞങ്ങൾക്ക് എല്ലാവരും ഓരോ മനുഷ്യനും എങ്ങനെയാണ്, ഇപ്പം ക്യാരക്ടർ ആണെങ്കിലും റിയൽ ലൈഫിലാണെങ്കിലും ഇയാളെങ്ങനെയാണ്, ഇയാളെ ഏത് രീതിയിലായിരിക്കും ചിന്തിക്കുന്നത് എന്ന് നമുക്കറിയാം. സോ അതിൽ നമുക്ക്
ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. അത് തന്നെയായിരിക്കും അപ്പോൾ സ്ക്രീനിലേക്കും ട്രാൻസ്ലേറ്റ് ആയിട്ടുള്ളത്. ഈ സിനിമ എന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നു? തീർച്ചയായും. എത്ര വർഷത്തെ ആഗ്രഹമാണ്? ആക്ച്വലി ഒരു കാലം വരെ എനിക്ക് വേണ്ടാതിരുന്നൊരു സാധനമാണ്. ഞാനൊരു ഓഡീഷന് പോകുന്നത് ഞാൻ 4th പഠിക്കുമ്പോഴാണ്. എൻ്റെ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ഒരു ഓഡീഷന് പോകുന്നത്. അന്ന് എനിക്ക് അവരൊരു ആഡിന് വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഞാൻ കുറച്ച് സ്പോർട്സ് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക്, ആർമി ഏരിയയിലൊക്കെ പോകാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ ആർമിയിൽ? വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ ആർമിയിലേക്ക്? ഇല്ല, ഉണ്ട്. എൻ്റെ ക്ലോസ് റിലേറ്റീവ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രാക്കിലേക്ക് പോകാനായിരുന്നു എനിക്കിഷ്ടം. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഇങ്ങനെ ചെയ്യാൻ അവസരം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇതിലൊന്ന് നോക്കിയാൽ എങ്ങനെ ഇരിക്കും എന്ന് തോന്നിയത്. കാരണം ബാക്കി എന്ത് കാര്യം ചെയ്യുന്നതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് അഭിനയം ചെയ്യുമ്പോൾ ഫീൽസ് ലൈക്ക് സംതിങ് ഐ ക്യാൻ ഡു. നമ്മളിലേക്ക് ചേർന്ന് നിൽക്കുന്ന എന്തോ ഒരു കാര്യം ചെയ്യുന്നൊരു ഫീലാണ് ഈ ഒരു കല ചെയ്യുമ്പോൾ. നമുക്ക് എൻ്റെ ക്രാഫ്റ്റാണ്, വേറെ എന്ത് ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും. ഇത്രയും ഫ്രീഡം തോന്നിയിട്ടുള്ള വേറൊരു ക്രാഫ്റ്റില്ല. അപ്പോൾ ഒരിക്കലും നമ്മൾ എനിക്ക് ഡോക്ടറാണോ അല്ലെങ്കിൽ എനിക്ക് ടീച്ചറാവണം എന്ന് പ്രാർത്ഥിക്കുന്നതിൽ ഉപരി ഞാൻ എന്താണോ അതാവാൻ പറ്റണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു. അത് ഒരുമാതിരിയൊക്കെ വന്ന് ഓക്കെ ആയി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് ആക്ടിങ് ഒരു പാഷൻ തന്നെയാണ്. ഇപ്പോഴും ഏറ്റവും വലിയ ആഗ്രഹം അത് തന്നെയാണ്. ഇനി സിനിമകൾ വരും കേട്ടോ. സിനിമകൾ തേടി വരും. നിങ്ങൾ എഴുതി വെച്ചോ ഈ പറയുന്നത്. നമുക്കൊക്കെ ഒത്തിരി അനുഭവങ്ങളുണ്ട്, ഒത്തിരി ആളുകളെ നമ്മൾ കണ്ടു. നമ്മളൊക്കെ എത്ര വർഷമായി സിനിമകൾ തേടി വരുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ട്. ഈ സിനിമ കണ്ട് ഇറങ്ങിയവരെല്ലാവരും അത് പറയുന്നുണ്ട്. ചാക്കോച്ചനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ പെർഫോമൻസ് ചെയ്തവരാണ് നിങ്ങൾ. ഓരോ ആളുകളും ആ രീതിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊരു വില്ലൻ കഥാപാത്രം അല്ലെങ്കിൽ വില്ലത്തി എന്ന് പറഞ്ഞ മലയാള സിനിമയ്ക്ക് ഇങ്ങനെ 2 വില്ലത്തിമാരെ ഉണ്ടായിട്ടില്ല. ഫസ്റ്റാണ് അല്ലേ? നമ്മുടെയൊക്കെ എക്സ്പീരിയൻസ് ഫസ്റ്റ് അല്ലേ? പിന്നെ ഉറപ്പായിട്ടും ഇങ്ങനെ കിട്ടിയിട്ടില്ല. ഇതിനു മുന്നേ നമുക്ക് മിർച്ചി ഗേൾസ് പാർട്ട് 2 എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് നമുക്ക് പാർട്ട് 2നെ കുറിച്ച് അവിടെ ചോദിച്ചിട്ടും പറയല്ല. പക്ഷെ നമ്മളൊക്കെ തിയേറ്ററിൽ കണ്ട് ഇറങ്ങുമ്പോൾ പാർട്ട് 2 ഒക്കെ ഉണ്ടെന്ന് പുറത്തേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. പക്ഷെ എൻ്റെ ക്ലൈമാക്സ് കൊണ്ട് നിർത്തിയേക്കണം. നമ്മൾ ആകെ കൊല വിളിച്ചാൽ കൊണ്ട് നിർത്തിയേക്കണം. അത് സിനിമ കണ്ടപ്പോൾ തീരുമാനിക്കും കൊല വിളിച്ചു കൊണ്ട് നിർത്തിയേക്കുവാണ്. പക്ഷെ ഫസ്റ്റ് ഹാഫിന്റെ അപ്പുറത്തേക്ക് സെക്കൻഡ് ഹാഫ് കൊണ്ട് നിർത്താൻ ഈ സിനിമയ്ക്ക് ആ സ്ക്രിപ്റ്റിന് കഴിഞ്ഞെങ്കിൽ വലിയൊരു വിജയമാണ്. ഫസ്റ്റ് ഹാഫ് തീർന്നത് നമ്മൾ അറിഞ്ഞില്ല. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ എന്നാൽ ചായ കുടിക്കാന്ന് പറയാം. പക്ഷെ തീർന്നില്ല എന്ന് ഓർത്തിരിക്കുന്ന സ്ഥലത്തേക്ക് സെക്കൻഡ് ഹാഫ് കൊണ്ട് വേറെ റൂട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോയി ആ സിനിമ എന്നുള്ളതാണ്. അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആണ് സിനിമയ്ക്കല്ലേ. ഇവരെ ഈ സെറ്റ് വെച്ചാണ് പരിചയപ്പെടുന്നത്. അവിടെ ലൊക്കേഷനിൽ പോകണമെന്ന് പരിചയപ്പെടുന്നുണ്ടല്ലോ. നമ്മൾ മറ്റേ റിഹേഴ്സലിന്റെ സമയത്താണ്. അപ്പൊ ഇവരാണ് ഒപ്പം നിൽക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ എന്ത് തോന്നി? ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇൻ ദ സെൻസ് വിഷ്ണുവിനെ നേരത്തെ അറിയാം. വിഷ്ണു ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആക്ടറാണ്. അപ്പോൾ വിഷ്ണു ഹൃദയത്തിന്റെ സമയത്ത് നമ്മൾ ഒന്ന് മീറ്റ് ചെയ്തായിരുന്നു. ഇവരെയൊക്കെ അപ്പോഴാണ് മീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഒരു മെമ്പറും കൂടെ ഉണ്ട്, അമിത് ഒരു മെമ്പർ ഉണ്ട്. പുള്ളിക്കാരന് വേറെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷേ മീറ്റ് ചെയ്തപ്പോൾ തന്നെ ഐ തിങ്ക് വിത്തിൻ ആ ഒരു റിഹേഴ്സൽ സ്പേസിൽ തന്നെ കുറച്ചും കൂടെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ തന്നെ എല്ലാവരും പതുക്കെ സീൻസൊക്കെ ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്ക് ആ ഒരു എന്താ പറയുക ബോണ്ടിങ് സംഭവിച്ചു. ഒരു ഒരു മിക്സ് ഓഫ് എന്താ പറയുക ഫേസസ് ആൻഡ് ടാലൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാവരും ഒരു ടൈപ്പുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഗ്യാങ്ങിന് ഒരു കളറുള്ളത് കാരണം ലയയുടെ സ്റ്റൈലല്ല ഐശ്വര്യയുടെ സ്റ്റൈലല്ല വിഷ്ണുവിൻ്റെ. എല്ലാവർക്കും അമിത് വേറെ ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവർക്കും അവരുടെ ഒരു ഫ്ലേവർ ഉണ്ട്, ഒരു കളറുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു കാസ്റ്റിംഗ് ചോയ്സ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ഈ ലൊക്കേഷനിൽ ചാക്കോച്ചൻ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? ഭയങ്കര കോമഡിയായി. എനിക്ക് തോന്നുന്നില്ല ചാക്കോച്ചന് വെറുതെ ഇരിക്കാനുള്ള ടൈം കിട്ടിയില്ല. ഫുൾ ടൈം അതിൽ ഇൻവോൾവ് ആയിരുന്നു. അധികം സമയം ഇരുന്നിട്ടില്ലല്ലോ. മതലബ് ഇല്ലാത്ത സമയത്ത് യൂസ് ഔട്ട് ഓഫ് സെറ്റ്. പക്ഷെ വരുമ്പോഴൊക്കെ കണ്ടിന്യൂസ് ഷൂട്ട് ആയിരുന്നു പുള്ളിക്ക്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മുതൽ ലാസ്റ്റ് ഒരു ആക്ഷൻ സീക്വൻസ് അടക്കം ഓൾമോസ്റ്റ് ഈസി ആയിരുന്നു. എന്ന് വെച്ചാൽ ഫുൾ ടൈം ഉണ്ടായിരുന്നു. മറ്റേ ചാക്കോച്ചൻ്റെ പഴയ സിനിമാ കഥകളൊക്കെ പറയുമായിരുന്നു, ചോദിക്കായിരുന്നു, ചോക്ലേറ്റ് ബോയ് കാര്യമൊക്കെ ചോദിക്കുമായിരുന്നു. പുള്ളി ഭയങ്കര ചാർമിങ് ആട്ടോ. അതാണ് സാധനം. പുള്ളി ജെന്യുവൻലി ഒരു ജെന്റിൽമാനാണ്. ഇങ്ങനെ ഫേക്ക് ആയിട്ട് ട്രൈ ചെയ്യുന്ന ഒരു ഒരിക്കലുമില്ല. അത്രയും പേഷ്യൻറ്റ്, ഇത്രയും പ്രൊഫഷണൽ, ഇത്രയും എന്താ പറയുക ഒരു കാം ചാർമിങ് ആയിട്ടൊരു ജെന്റിൽമാൻ. ഭയങ്കര ഒരു ക്വാളിറ്റി തന്നെയാണ്. ഇപ്പോൾ ഫാമിലിയൊക്കെ വന്നപ്പോൾ വൈഫൊക്കെ വന്നപ്പോൾ അവരെ
ഹെൽപ്പ് ഐ മീൻ എന്താ പറയുക അവരെ കംഫർട്ടബിൾ ആക്കുക, അവരുടെ തമാശയൊക്കെ പറഞ്ഞ് അവർക്കൊരു ചായയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ശരിക്കും ഒരു ജെന്റിൽമാൻ്റെ ഒരു ക്വാളിറ്റീസാണ് അതൊക്കെ. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ എല്ലാവരുടെ അടുത്തും ഈ ആക്ഷൻ ചെയ്യുമ്പോൾ മാത്രമല്ല, ഈവൻ ഡ്രമാറ്റിക് സീൻസ് ചെയ്യുമ്പോഴൊക്കെ, ഡ്രമാറ്റിക് സീൻസ് കുറവായിരുന്നു നമുക്ക്, പക്ഷെ അത് ചെയ്യുമ്പോഴൊക്കെ പുള്ളി നമുക്ക് ആ സ്പേസ് തന്ന് പുള്ളി നമ്മളിൽ നിന്നും ഒരു ഇൻപുട്ട് എടുത്ത് പുള്ളി തിരിച്ചു തന്ന ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ആ ഒരു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു സിനിമ. പക്ഷെ ഈ സിനിമയുടെ ഒരു വിജയം കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ് അല്ലേ. പെട്ടെന്ന് ഒറ്റ ദിവസം രാവിലെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ ഇത്രയും ഹിറ്റ് അടിക്കുന്നു ചാക്കോച്ച പോലും വിചാരിച്ചില്ല എന്നോട് പറഞ്ഞത്. ചാക്കോച്ച എന്നോടെന്ന് പറഞ്ഞ് സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് ഇവരെ കൂടെ ഇരുന്ന് ഇൻ്റർവ്യൂ. അപ്പം ഞാൻ പറഞ്ഞു അന്ന് വന്നത് വാക്കിന്ന് പാലിക്കണം, അന്ന് ഇങ്ങനെ വിജയിക്കുന്നു ഓർത്തില്ല എന്നോട് പറയാം, അതുകൊണ്ട് ഇരുന്നിട്ടേ പോകണുള്ളത്. അതാണ് ചാക്കോച്ചൻ ഇരുന്നിട്ട് തന്നെ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ സൂപ്പറായിരിക്കുന്നു. ഇനിയും ഒത്തിരി നല്ല സിനിമ കാണണം. നിങ്ങൾ തന്നെ ഇപ്പോഴത്തെ ആളുകളുണ്ട്, ഇപ്പോഴത്തെ ജനറേഷനിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ പ്രേക്ഷകരുടെ അടുത്ത് പറയാം, ഇതൊന്നും അല്ല ജീവിതം അല്ലേ, അതൊന്ന് പറയാമല്ലേ? തീർച്ചയായും ഒരിക്കലും ഞങ്ങളെ പോലെ ആവരുത്. കോൺസിക്വൻസസ് അറിയാനായിട്ട് സിനിമയിൽ പോയേക്കാം. എന്നിട്ട് ഞങ്ങളെ പോലെ ആകണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം. സിനിമ കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങളാകണോ നിങ്ങളാകണോ എന്ന് സിനിമ കണ്ട് തീരുമാനിക്കാം. അപ്പോഴേ സിനിമ കാണാൻ പോകാൻ പറ്റുള്ളൂ. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? ഞാൻ മാവേലിക്കര, അടൂർ. അപ്പൊ ഇറക്കറ അടുത്തടുത്തൊക്കെയാണ്. ഞങ്ങൾ കുറെ എല്ലാരും ആലപ്പുഴ സൈഡായിരുന്നു. അല്ല, ആലപ്പുഴയാണല്ലോ മൊത്തം ഇരിക്കും. ചാക്കോച്ചൻ ആലപ്പുഴ, സ്ക്രിപ്റ്റ് ആലപ്പുഴ, ഡയറക്ടർ ആലപ്പുഴ, പ്രൊഡ്യൂസർ ആലപ്പുഴ. ആലപ്പുഴക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ സിനിമ. ആലപ്പുഴക്കാരെല്ലാം പോയി കാണണം. ആലപ്പുഴക്കാർ മാത്രം കണ്ടാ പോരാ, എല്ലാരും ആലപ്പുഴക്കാരെല്ലാരും ഇന്ന് തന്നെ കാണുമോ, ബാക്കിയുള്ളവർ നാളെ കാണുമോ, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ആലപ്പുഴ തിയേറ്ററൊക്കെ ഫുള്ളായിട്ട് ഇനി ആലപ്പുഴക്കാർ മാത്രം പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി അടുത്ത പ്രൊജക്ട് സംസാരത്തിലുണ്ട്, ഒന്നും അങ്ങനെ ഡിസൈഡ് ആയിട്ടില്ല. പക്ഷേ ഹോപ്പ്ഫുള്ളി ഒരു കപ്പിൾ ഓഫ് മന്ത്സിൽ പ്രൊജക്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു നല്ല അടിപൊളി ഒരു ഐറ്റം കിടപ്പുണ്ടല്ലോ, ഒന്നും ഞാൻ പറയുന്നില്ല. അല്ല എനിക്കറിയാം, ഞാനും പറയില്ല. ഞാനും പറയില്ല. പക്ഷെ ഇപ്പോ ഹിന്ദിയിൽ ഒരു വലിയൊരു സീരീസ് വരാനുണ്ട്. ഇനി ഹിന്ദിയിലാണ് കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം പോകും കേട്ടോ. ഈ സിനിമ കഴിയുമ്പോൾ നോക്കിക്കോട്ടോ, നിങ്ങളിങ്ങനെ എല്ലാം ചെയ്യണ്ട, പോയാൽ സമ്മതിക്കില്ല. എല്ലാം ചെയ്യണമല്ലോ, വരുന്നൊക്കെ ചെയ്യണം. നല്ല ഓപ്പർച്യൂണിറ്റി. മാസ് എൻട്രി ആയിരുന്നുണ്ടോ? താങ്ക് യു. ഇൻട്രോ ഗംഭീരമായിട്ട്. ചാക്കോച്ചൻ്റെ നിങ്ങളുടെ രണ്ടൊരു ഇൻട്രോ വെറൈറ്റി ആയിട്ടാണ് കൊടുത്തിരുന്നത്. താങ്ക് യു. ഇൻട്രോ തിയേറ്ററിൽ ആ ഇൻട്രോയിൽ ഒരു പഞ്ചുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും അവരുടേതായ ഇൻട്രോ തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ നോട്ടം എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. വല്ലാത്തൊരു ലുക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അത് 2-3 സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്നൊന്നും ആർക്കും ചെയ്യാൻ കഴിയില്ല കേട്ടോ. ചിലപ്പോൾ അതൊരു പെട്ടെന്നൊരു ക്യാമറയ്ക്ക് മുമ്പ് വന്നിട്ട് കുറേ റിഹേഴ്സൽ ഉണ്ടെങ്കിലും പ്രാക്ടീസ് ഉണ്ടെങ്കിലും ക്യാമ്പ് ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷേ ആ ക്യാമറയ്ക്ക് ആക്ഷനും കട്ടും പറയുന്നതിന് ഇടയ്ക്ക് അത് വരണമെങ്കിലുണ്ടല്ലോ. അതുപോലെ തന്നെ ആ കഴുത്തിൽ പിടിച്ചതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആർക്കും ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് തോന്നുവാണ്, അത് ഇങ്ങനെയാണ് വേണ്ടതെന്ന് നമുക്ക് തോന്നുവാണല്ലോ. അത് ചെയ്ത് നിങ്ങളെല്ലാവരും ഗംഭീരമായിട്ടുണ്ട്. സിനിമ സൂപ്പർ ഹിറ്റ്. ഇതിൻ്റെ 100ാം ദിവസം നമുക്ക് ആഘോഷിക്കണം. അതിനുള്ള ഭാഗ്യം നമുക്കുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ചാക്കോച്ചൻ്റെ ചെയ്തു വെച്ച പോലീസ് വേഷങ്ങളിൽ ഏറ്റവും വേറിട്ട ഒരു പോലീസ് വേഷം ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒത്തിരി സന്തോഷം. ഈ സിനിമ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ വേറെ എവിടെയും പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. അത് എന്നോട് ഉറപ്പ് തന്നായിരുന്നു പ്രൊഡ്യൂസറും ചാക്കോച്ചനും. 2 പേരും ഉറപ്പ് തന്നു, നിങ്ങൾ ഒരുമിച്ചിരുത്തിയ ഒരു ഇൻ്റർവ്യൂ എന്നുള്ളത്. എനിക്ക് മാത്രമെന്ന് പറഞ്ഞു, അത് എനിക്ക് കിട്ടിയിരിക്കുന്നു. സഹകരിച്ച നിങ്ങളോട് ഒത്തിരി സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. എന്തായാലും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. ആ ടിക്കറ്റ് എടുക്കുന്നതിന് മുതലാകുന്ന ഒരു സിനിമ തന്നെയാണ്. ഇവരെല്ലാവരും ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടു. ഞാനും ഡ്യൂട്ടിയിൽ നിന്ന് രാവിലെ തൊട്ട് ഈ സിനിമയുടെ ഒപ്പം ഡ്യൂട്ടിയിൽ ഞാനും ഏർപ്പെട്ടിരിക്കുന്നു. ഒത്തിരി സന്തോഷം. താങ്ക് യു.